ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുല്ല് പറിക്കുന്നതായ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് ആ പുല്ലിനെ എങ്ങനെ വളമാക്കി മാറ്റാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പല രീതിയിൽ നമുക്ക് പുല്ലിനെ നമുക്ക് വളമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ഇതേപോലെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ദ്രോപകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിത്തുകളും രോഗങ്ങളും ഒക്കെ മേടിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അങ്ങനെയും നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങിക്കാം. അപ്പം നമുക്ക് ഇനി എങ്ങനെയൊക്കെയാണ് ഒരു 3-4 രീതിയിൽ ഈ പച്ചിലയും കരിയിലയൊക്കെ കമ്പോസ്റ്റ് ആക്കുന്ന രീതി പറഞ്ഞു. അപ്പം നമ്മൾ ഡെയിലി പറിക്കുന്ന പുല്ലുകളുണ്ടല്ലോ, നമുക്ക് ഒരു കുഴിക്കകത്തോ അല്ലെങ്കിൽ ഒരു റിങ്ങിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ റിങ്ങിനകത്താണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ബാ. അതുകൊണ്ട് നല്ലൊരു റിങ്ങാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ അമ്മണിയാടൊക്കെ ഉള്ളപ്പം ആട്ടിൻ കാഷ്ടവും അതുപോലെ കോഴി കാഷ്ടവും എല്ലാം കൊണ്ടിട്ടിരുന്നതാണ്. അപ്പോൾ അതെല്ലാം വളമൊക്കെ തീർന്നു. ഇനി എന്തായാലും നമുക്ക് പുല്ല് കൊണ്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതായത് കുറേശ്ശെ നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടെങ്കിൽ നല്ലതാട്ടോ, കുറച്ചൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ. ഇവിടെ നോക്കുന്നത് മൊത്തം പുല്ലായതുകൊണ്ട് നമുക്ക് ഇരുന്ന് അരിയാനും പറിക്കുന്നത് തന്നെ കഷ്ടപ്പെട്ട പിന്നെ കുത്തിയിരുന്ന് അരിയാനൊന്നും വയ്യ. അപ്പം ഒരു ലെയർ പുല്ല് നമ്മുടെ റിങ്ങിനകത്ത് ഇട്ടതിന് ശേഷം റിങ്ങില്ലാത്തവർക്ക് ഓടോ ഇഷ്ടികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തൊഴിലുറപ്പുകാരൊക്കെ വരുമ്പം വളക്കുഴി ഉണ്ടാക്കി തരുമ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല വളം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മുടെ ജൈവ സ്ലറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് വേപ്പിൻ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ ഒന്നും ചേർത്തിട്ടില്ല. ചാണകവും അതേപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇലയും നമ്മുടെ വേപ്പുണ്ടല്ലോ, നമ്മുടെ കറിവേപ്പിലയല്ല ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് പുളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് അപ്പം നോർമൽ മണ്ണും ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടേക്കുന്ന ട്രീറ്റ് ചെയ്തേക്കുന്ന മണ്ണുണ്ടെങ്കിൽ അത് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് തൂത്തുവാരി വെച്ചിരിക്കുന്നതായ കരിയിലയും പുല്ലും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. അപ്പം കരിയിലയും പുല്ലും എല്ലാം കൂടെ നമ്മുടെ പറമ്പിലുള്ള എന്തും നമുക്കതിനകത്ത് പ്ലാസ്റ്റിക് ഒഴികെ എന്തും ഇടാം. പിന്നെ അതുപോലെ തന്നെ മുത്തങ്ങ പോലുള്ള സാധനങ്ങൾ ഇടാൻ പാടില്ല. കാരണം അതിൻ്റെ വേര് എത്ര നാൾ കിടന്നാലും പിന്നെ അത് കിളിച്ചു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ വേര് കിടന്നിട്ട് വീണ്ടും കിളിക്കുന്ന സാധനങ്ങളൊന്നും ഇടാതെ ഇരിക്കും. എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് താഴ്ത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇതിനകത്ത് നിറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കങ്ങ് അവിഞ്ഞങ്ങ് താഴും. അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ സ്ലറി ഡൈല്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സ്ലറി ഇല്ലയെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഡെയിലിയുള്ള കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് ഇങ്ങനെ എല്ലായിടും പറ്റത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയും മണ്ണിട്ട് കൊടുക്കാം. ഒരു 4-5 മാസം ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ വളമായിട്ട് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് മേളിലും കൂടെ കുറച്ച് മണ്ണും ഇട്ട് ഇച്ചിരി വെറിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇട്ടേക്കുക. എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ ചാക്കോ ഉണ്ടെങ്കിൽ മൂടിയിട്ടേക്കാം. ഒരു 2-3 ദിവസം മൂടിയിട്ടാൽ മതി. കാരണം
കിളിക്കാനുള്ള ടെൻഡൻസി അങ്ങ് മാറ്റിട്ട് ഇതാണിപ്പം ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കണ്ട് ഇങ്ങനെ പൂവിന് പറിച്ച് ഒരിടത്തു കൊണ്ടൊന്ന് പൂവിനെ കൂട്ടിയിട്ടിരുന്നാൽ അങ്ങനെ നമുക്ക് വളമാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് അഴുകിയിട്ട് അതിങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിനെ ഈ സ്ഥലത്തുനിന്ന് തൊട്ടപ്പുറത്തോട്ട് ഒന്ന് ചരിച്ചിട്ട് കൊടുക്കും. ഇവിടെ തുമ്പ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്തെ മണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അത് നമുക്ക് ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാനും പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മൾ എവിടെയെങ്കിലും പുല്ലുകൾ നിരത്തിയിട്ടിട്ട് നമ്മൾ കുറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കത്തിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ചാരം. ഇനി ചാമ്പൽ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിലും വന്നവരെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ചാരം അല്ലെങ്കിൽ ചാമ്പൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതും നമുക്ക് കൃഷികൾക്ക് നന്നായിട്ട് വിളവൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ല് ഒഴിവാക്കാനായിട്ട് നമ്മൾ വാഴയുടെ ചുവട്ടിൽ വാഴയ്ക്കൊക്കെ നല്ലതുപോലെ തടം എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തിട്ട് മൂടുക. അതിന് മുകളിൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെട്ടി മൂടി ഇട്ടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയൊക്കെ നന്നായിട്ട് വരും. അതുപോലെ തന്നെ മറ്റുള്ള ഏത് പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വരും. പക്ഷേ ആ പുല്ല് പുറത്തോട്ട് കാണാൻ പാടില്ല. അകത്ത് കിടന്ന് നന്നായിട്ട് ഈ വളമൊക്കെ കൊടുക്കുമ്പോൾ നന്നായി കിടന്നങ്ങ് അഴുകിയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വന്നോളും. വാഴയാണെങ്കിൽ തഴച്ച് കയറി വന്നോളും. അതുകൊണ്ട് നമ്മൾ വാഴയൊക്കെ ഇങ്ങനെ വെട്ടിയെടുപ്പിച്ചിട്ടേക്കുന്നതാണ്, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തപ്പോഴും ഇവിടെ പ്ലാസ്റ്റിക് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിമെൻറ്റ് ചാക്കിനകത്ത് കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ ആ മണ്ണെല്ലാം നമ്മൾ തട്ടിയിട്ട് അവിടെ ഒരുക്കി ഇട്ടിരിക്കുകയാണ്. അതങ്ങനെ കൂന കൂട്ടി അവിടെ കിടപ്പുണ്ട്. ഇതിനിപ്പം കർമ്മസേനക്കാർ വരുമ്പോഴത്തേക്ക് നമ്മളത് തട്ടിപ്പറക്കി ഉണക്കി ചാക്കിനകത്താക്കി ഇതേപോലെ ആക്കി വെച്ചിട്ട് അവർ വരുമ്പം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പം പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഒരുമിച്ച് ആക്കി വെച്ചിട്ട് കർമ്മസേനയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിനി എന്തൊക്കെ ചെയ്താലും മണ്ണും മഴയും ഉള്ള കാലത്തോളം, മനുഷ്യനും ഉള്ള കാലത്തോളം ഇങ്ങനെ നമ്മുടെ പറമ്പിൽ പുല്ലൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മുടെ പ്രകൃതി നന്നാവുകയുള്ളൂ. അപ്പം എല്ലാ രീതിയിലും ഇങ്ങനെ ഈ രീതിയിലൊക്കെ പുല്ലുകൾ വളർന്നു വരുമ്പോൾ നമ്മൾ പിന്നെ ഈ രീതിയിലൊക്കെ വളമാക്കി മാറ്റാനൊക്കെ ശ്രമിക്കും. അപ്പം ഈ രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം പറമ്പിലുള്ളതായ പുല്ലുകളൊക്കെ രാവിലെയോ വൈകിട്ടോ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, രാവിലെയും വൈകുന്നേരവും ഒക്കെ കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് പറിച്ച് കളയാന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പൊക്കെ വൃത്തിയായിട്ട് കിടക്കും. അതേപോലെ തന്നെ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. ഇത് പുല്ലും വെള്ളവും എല്ലാം കൂടെ കെട്ടിക്കിടക്കുമ്പോൾ നമ്മുടെ കൊതുശല്യം കൂടും. അങ്ങനെ പല തരത്തിലുള്ളതായ പനികളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.